ഏറ്റവും നല്ലൊരു അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ല സേവനം ലഭിച്ചത് PTH നിന്നായിരുന്നു. ഇവിടെ അഡ്മിറ്റ് ആയ സമയത്ത് സ്വന്തം വീട്ടിലെന്ന പോലെ അമ്മ ജീവിച്ച് അമ്മയ്ക്ക് വലിയൊരു സംഭവമാണ്. ഈ ജനങ്ങൾക്കൊക്കെ പിന്നെ അത്താണിയായിട്ട് ഈ പ്രദേശത്തെ യുവാക്കളുടെ കൂടി ഒരുമിച്ച് കൂടിയൊക്കെ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ്. പാവപ്പെട്ട ആൾക്കാർ വലിയൊരു മുതൽക്കൂട്ടാണ്. 234 വളണ്ടിയേഴ്സാണ് നമ്മൾ ഇതിന്റെ എല്ലാം ഇതിന്റെ നെടുന്തൂണം തന്നെ പറയാം. ഇത് PTH സാന്ത്വന ചികിത്സാ കേന്ദ്രം കൊടുവള്ളി. സൗജന്യ ആതുര ശുശ്രൂഷയിലും പരിചരണത്തിലും കൊടുവള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്ഥാപനം. സൗജന്യമായ കിടത്തി ചികിത്സ കൂടാതെ ഒരു ഫോൺ കോൾ കൊണ്ട് ഏത് പാതിരാത്രിയിലും വീടുകളിൽ വന്ന് രോഗികൾക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുന്ന PTHന്റെ ഡോക്ടറും നഴ്സുമാരും വളണ്ടിയേഴ്സും അടങ്ങുന്ന മൊബൈൽ ടീം. ഓരോ രോഗികളും കൂട്ടിരിപ്പുകാരും ഇത്രയും നന്ദിയോടെ സ്മരിക്കുന്ന ഒരു സ്ഥാപനവും അവിടുത്തെ സേവകരും വേറെയില്ല എന്ന് തന്നെ പറയാം. കാണാപ്പുറത്തിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പകരം വെക്കാനില്ലാത്ത കൊടുവള്ളി PTH എന്ന സാന്ത്വന ചികിത്സാ കേന്ദ്രത്തിലെ സേവന പ്രവർത്തനങ്ങളാണ്. 2021 ഏപ്രിൽ 2 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കൊടുവള്ളി PTHന്റെ നൈറ്റ് ഹോം കെയർ ഉദ്ഘാടനം ചെയ്തു. തുടക്കം മുതൽ ഇന്നുവരെ കൊടുവള്ളി PTHന്റെ ചികിത്സാ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർ MA അമീർ അലിയാണ്. പിന്നീട് 2023 ഒക്ടോബർ 5 പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രോഗികളെ കിടത്തി പരിചരിക്കാനുള്ള സംവിധാനം കൂടി നിർവഹിച്ചതോടെ PTHന്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുകയായിരുന്നു. നമ്മൾ മെയിനായിട്ടും ഇവിടെ പാലിയേറ്റീവ് കെയർ ആണ് കൊടുക്കുന്നത്. വയസ്സായ ആളുകൾ, അതുപോലെ തന്നെ അല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ, ക്യാൻസർ രോഗികൾ, പ്രായസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിന് പിന്നിൽ ഇവിടുത്തെ വളണ്ടിയേഴ്സും മറ്റംഗങ്ങളും പൊതുവായിട്ടുള്ള അവർക്ക് കഴിയുന്ന രീതിയിൽ പിരിവുകളും കാര്യങ്ങളും എടുത്ത് ആ ലഭിക്കുന്ന തുക കൊണ്ടാണ് ഈ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം 3 പേരാണ്. അല്ലാതെ പുറത്തുനിന്ന് ഡ്രസ് ചെയ്യാനൊക്കെ വരുന്നത് വേറെ 10 അധികം നമുക്ക് വേറെയുണ്ട്. കുറച്ച് ദിവസം പിന്നെ മാറിപ്പോകുന്നതിനനുസരിച്ച് ഡ്രസ്സിന് കുറയും. പിന്നെ ഇത് കൂടാതെ വീടുകളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾ തന്നെയാണോ പോവുക? സാറ്റർഡേയിൽ മാത്രം നമുക്ക് പുറത്ത് പോയിട്ട് അതിന് പോകുന്നുണ്ട്. പിന്നെ രാത്രി എമർജൻസി അതിന് മേൽ സ്റ്റാഫാണ്. മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നും ഒഴിവാക്കിവിടുന്ന രോഗികളെ പോലും സ്വന്തം മക്കളെ പോലെ കൂടെ നിന്ന് പരിചരിക്കുന്ന ഇവിടുത്തെ സേവകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിലവിൽ കൊടുവള്ളി മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ VK അബ്ദുഹാജി ചെയർമാനായും ഷാനവാസ് ഇമ്മാരത്തയിൽ സെക്രട്ടറിയായും 234 വളണ്ടിയേഴ്സും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്രയും കുറ്റമറ്റ രീതിയിൽ PTHന്റെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. നിലവിൽ PTHന് 2 ഹോം കെയർ വാഹനങ്ങളാണുള്ളത്. ദിവസവും നൈറ്റ് എമർജൻസി ഹോം കെയറും ഞായറാഴ്ച ഡേ ഹോം കെയറും ചെയ്തു പോരുന്ന ഇവിടെ ആംബുലൻസിലേക്ക് നിലവിലുള്ള വളണ്ടിയേഴ്സിലെ 16 ഡ്രൈവേഴ്സിൽ നിന്നും ഓരോരുത്തർ മാസത്തിൽ 2 തവണ വെച്ച് സൗജന്യമായി സേവനം ചെയ്തു വരുന്നു. മനസ്സിന് പക്ഷെ ഇവരെങ്ങനെയുണ്ട്, ഇവര് എല്ലാവരും ഫുള്ള് പഴുത്ത് നമ്മൾക്ക് കൂടി ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ സ്വന്തം കാര്യം എന്താണോ കഴുകി സൂപ്പിട്ട് കഴുകി വേണ്ട സമയത്ത് അങ്ങനെ ചെയ്ത് കേൾക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരുന്ന കുറെ ആൾക്കാർ രോഗികൾ ഇവിടെ വരുന്നുണ്ട്. ഓരോരുത്തരോട് ഞാനും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഇവിടെന്ന് ചെയ്യുന്ന എവിടെ കിട്ടുന്നില്ല അങ്ങനെ എന്നോട് പറയുന്നു. എത്ര ദിവസമായി? ഇവിടെ 10 ദിവസമായി. ഒരുപാട് മാറ്റമുണ്ട്. ഇതിലൊക്കെ വളരെ ഇങ്ങനെ പോരാണ്. മരുന്നുകളൊന്നും ഇട്ടപ്പോ ഇവരെ മരുന്നും ഇഞ്ചക്ഷൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരം
സുഖമായിട്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല സഹകരണമാണ്, ആ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരു PTHന്റെ. എന്നാലും നമ്മളങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ പരിചരിക്കാൻ ഇങ്ങനെ ഒരു ടീം ഉണ്ട് എന്ന് അറിയുമ്പോൾ അത് നമുക്കൊരു സന്തോഷം. ഈ സമൂഹത്തിൽ വലിയൊരു സംഭവമാണ്. അതെ, ഈ ജനങ്ങൾക്കൊക്കെ പിന്നെ ഇവിടെ അത്താണിയായിട്ട് ഈ പ്രദേശത്തെ യുവാക്കളുടെ കൂടി ഒരുമിച്ച് കൂടി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പറ്റുന്നതാണ്. പാവപ്പെട്ട ആൾക്കാർ വലിയൊരു മുതൽക്കൂട്ടാണ്. സ്വന്തമായി ഒരു കെട്ടിടം എന്ന PTH കൊടുവള്ളിയുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ ഏവരുടെയും സഹകരണം വേണമെന്നും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും കാണാപ്പുറം നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഏകദേശം 40 ലക്ഷത്തോളം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ. ഇതിന് ഒരുപാട് പേര് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വർഷത്തിൽ നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടാണ് ഇത് മുന്നോട്ട് പോകാറ്. അതിൽ കിട്ടുന്ന സാമ്പത്തികമാണ് നമുക്ക് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന ഏക അർത്ഥാണ്. അതുപോലെ തന്നെ രാപ്പകൽ ഇതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും സാമ്പത്തികത്തിലല്ല, പ്രത്യേകിച്ച് നമുക്ക് ഈ ലോകത്ത് നിന്ന് വേറൊരു ലോകത്തൊക്കെ പോകാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള കൊടുവള്ളി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ പൂക്കയത്തങ്ങൾ ഹോസ്പീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇത് PTH എന്ന 3 അക്ഷരം അത് ജനങ്ങൾക്ക് എല്ലാവർക്കും, അതായത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിൻ്റെ പുറത്തും മണ്ഡലവും അതുപോലെ ജില്ലകളിൽ വരെ നമ്മൾ ഓരോ രാത്രിയും നമ്മളത് കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മളെ PTH എന്ന സംവിധാനം വന്ന ഉടനെ നമ്മൾ ആദ്യം തന്നെ ഒരു 18 മണിക്കൂറുള്ള ഒരു പാലിയേറ്റീവിൻ്റെ ഒരു WHO ഒരു ഗൈഡൻസ് പ്രകാരം ഉള്ളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ ആദ്യത്തെ ക്യാമ്പിൽ നമുക്ക് 52 ആൾക്കാർ പങ്കെടുത്തു. രണ്ടാമത്തെ ക്യാമ്പിൽ 66 ആൾക്കാർ പങ്കെടുത്തു. മൂന്നാമത്തെ ക്യാമ്പിൽ ഏകദേശം 118ഓളം ആൾക്കാർ. അങ്ങനെ 234ഓളം വളണ്ടിയേഴ്സാണ് നമുക്കിപ്പോൾ നിലവിൽ PTHൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മളെ വളണ്ടിയേഴ്സാണ്. ഈ വളണ്ടിയേഴ്സ് എല്ലാ മാസവും നമ്മളെ മീറ്റിങ്ങിന് വരുമ്പോൾ ആ ഭാഗത്തുള്ള ആ പ്രദേശത്തുള്ള നല്ലവരായ ആൾക്കാരോട് ഒരു വിഹിതം പൈസ വാങ്ങിക്കാനായിട്ടാണ് നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ആ മീറ്റിങ്ങിന് കിട്ടുന്ന ഒരു വരുമാനവും പിന്നീട് നമുക്ക് നിലവിലെ PTH വർഷത്തിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ സംസീർക്ക പറഞ്ഞതുപോലെ വർഷത്തിൽ പ്രവർത്തിക്കുന്ന വർഷത്തിലേക്കുള്ള ചെലവിലേക്കുള്ളത് ഒരു ബിരിയാണി ചലഞ്ചും ഒരു ബലിപെരുന്നാൾ സുദിനവും അതുപോലെ നമ്മളെ മാസത്തിൽ ഒരു 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, ഒരു 550 എന്ന് പറഞ്ഞ ക്യാമ്പയിൻ. ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ നിലവിൽ നമ്മുടെ PTH പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇനി നമ്മളെ മുന്നിലുള്ളത് എല്ലാവരും കൂടി ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി നമ്മൾ മുന്നോട്ട് പ്രവർത്തിച്ചാലേ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ ഇതിൽ നമുക്ക് നല്ലൊരു 4-5 നിലയുള്ള ബിൽഡിങ് പൊക്കിയിട്ട് നമുക്ക് ഇൻഷാല്ലാ അതിലുള്ള എല്ലാ ഒരു പാലിയേറ്റീവ് കെയർ മാത്രമല്ല നമ്മളതിൽ തുടങ്ങുന്നത്. അതിൽ ഫിസിയോതെറാപ്പി ഉണ്ട്, അതോണം ബിഹേവിയർ തെറാപ്പി ഉണ്ട്, പിന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട്. അങ്ങനെ പല പല ഒരു ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സംവിധാനം തുടങ്ങുന്നത്. ഇതൊക്കെ നമ്മളെ ജനങ്ങൾക്കും നമ്മളെ ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അകമഴിഞ്ഞ സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇപ്പോൾ PTHനെ കുറിച്ച് കാണാപ്പുറം എന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഏറ്റവും നല്ലൊരു അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ അമ്മ കിടപ്പ് രോഗിയായ സമയത്ത് ഏറ്റവും നല്ല സേവനം ലഭിച്ചത് PTHൽ നിന്നായിരുന്നു. ഇവിടെ അഡ്മിറ്റ് ആയ സമയത്ത് സ്വന്തം വീട്ടിലെന്ന പോലെ അമ്മ ജീവിച്ച്, അമ്മയ്ക്ക് ഓർമ്മല്ല അമ്മ സ്വന്തം വീട്ടിലാണെന്നാണ് അമ്മയുടെ ധാരണ. അതുപോലെ പാട്ട് പാടി കഥകൾ പറഞ്ഞ് അവിടെയുള്ള സ്റ്റാഫുകൾ മുഴുവനും സ്വന്തം വീട്ടിലുള്ള മക്കളെ പോലെ പെരുമാറിയതിനാണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു ക്രിസ്ത്യൻസ് അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവരെ പുരോഹിതനെ കൊണ്ടുവന്നിട്ട് നല്ലൊരു പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം PTH ചെയ്തു കൊടുത്തു. അങ്ങനെ ഓരോ രോഗികൾക്കും അവരെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ആചാരങ്ങൾ ചെയ്യാനും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ PTH കൊടുവള്ളിയിൽ നല്ലൊരു ഹോസ്പിറ്റലായി വരേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുപോലെ ശുശ്രൂഷ രംഗത്ത് ഇത്രയും മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ആ PTH ഇപ്പോൾ നിലനിൽക്കുന്നത് താൽക്കാലിക കെട്ടിടത്തിലാണ്. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്ഥലമാണിത്, 45 സെൻറ്റ് സ്ഥലം. ഇനി നല്ലവരായ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു ഹോസ്പിറ്റൽ കെട്ടിയുയർത്താൻ കഴിയൂ. ഇത്രയും മികച്ച സേവനം
കൊടുവള്ളിയിലെ മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ ചെന്നെത്താൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഇത്രയും നല്ല ചികിത്സ നൽകുന്ന ഈ PTHനെ നല്ലൊരു ഹോസ്പിറ്റലായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളെ ഓരോ ജനങ്ങളുടെയും കടമയാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ചെറിയ തുകയായാൽ പോലും അത് നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ കൊടുവള്ളിയിൽ PTHൻ്റെ ഒരു ഹോസ്പിറ്റൽ വരാൻ നിങ്ങളെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ കാണാപ്പുറത്തിൻ്റെ ഈ PTHനെ കുറിച്ചുള്ള വീഡിയോ കണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം